ഉഷസ്തിയുടെ കഥ. ചാന്തോഗ്യോപനിഷത്തിലെ ഒരു കഥയാണ് ഇത്. കുരുദേശത്ത് ഒരു ഗ്രാമത്തിൽ ചക്രായണൻ എന്ന ഒരു ആചാര്യനുണ്ടായിരുന്നു. അനേകം ശിഷ്യന്മാരുള്ള ഒരു ഗുരുകുലത്തിന്റെ പ്രധാന ആചാര്യനായിരുന്നു അദ്ദേഹം. മകനായ ഉഷസ്തിയും അതുപോലെ തന്നെ പ്രസിദ്ധനും പണ്ഡിതനും ഒക്കെ ആയിരുന്നു. അക്കാലത്ത് കുരുദേശത്ത് അതിവർഷവും ഹിമവർഷവും ഉണ്ടായി. ഐസുകട്ടകൾ വീണ് വൃക്ഷങ്ങളും വിളവുകളും വീടുകളും ഒക്കെ നശിച്ചു. ഉഷസ്തി ഭാര്യയും കൂട്ടി നാടുവിട്ടു. കുറച്ചകലെയുള്ള ഇഭ്യ എന്ന ഗ്രാമത്തിൽ ഒരു കുടിലിൽ താമസമായി. ഇഭ എന്നാൽ ആന. ആനയെ ഉപജീവിച്ച് ജീവിക്കുന്ന ഗ്രാമം ഇഭ്യ ഗ്രാമം. അവിടെ ഭക്ഷണത്തിന് ഗതിയില്ലാത്തത് കൊണ്ട് ഇരന്ന് ജീവിച്ചു. പിച്ചയെടുത്താണ് ജീവിച്ചത്. പല ദിവസവും പട്ടിണി തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഉഷസ്തിക്ക് വൈകുന്നേരം വരെ നടന്നിട്ടും ഒന്നും കിട്ടിയില്ല. പ്രാണം പോകുന്ന അവസ്ഥയായി. വിശന്നിട്ട് വയ്യ. അപ്പോ ഒരു ആനപ്പാപ്പാൻ അവന്റെ വീട്ടിൽ കുറച്ച് കേടായ ഉഴുന്ന് വേവിച്ചത് തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ടു. വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരുമോ എന്ന് അവൻ യാചിച്ചു. ഇവിടെ വേറെ ഒന്നുമില്ല, ഇത് ഉച്ചിഷ്ട, അതായത് എച്ചിലാണ്. ഈ ഉച്ചിഷ്ടം കഴിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അദ്ദേഹം പറയുവാണ്, സാരമില്ല, അങ്ങ് തന്നോളൂ. ഉഷസ്തി അത് വാങ്ങി വിശപ്പടക്കി കുറച്ച് പൊതിഞ്ഞ് ഭാര്യയ്ക്കായിട്ട് എടുത്തു. ഈ വെള്ളവും കുടിച്ചോളൂ എന്ന് പറഞ്ഞുകൊണ്ട് താൻ പാതി കുടിച്ച വെള്ളം ഇഭ്യൻ അവന് നീട്ടി. അത് വേണ്ട, അത് ഉച്ചിഷ്ടമല്ലേ എന്ന് ഉഷസ്തി നിരസിക്കുകയാണ്. അപ്പോ ഉഴുന്നേച്ചിലല്ലേ എന്ന് ആനക്കാരൻ ചോദിക്കുകയാണ്. ഉഴുന്ന് കഴിക്കുന്നത് ജീവൻ നിലനിർത്താനാണ്, അത് ആപത്തിലെ ധർമ്മമാണ്. എന്നാൽ വെള്ളം എനിക്ക് ഇപ്പൊ അത്ര അത്യാവശ്യമില്ല, അതുകൊണ്ട് അത് കാമ്യമാണ്, അപ്പോ ഉച്ചിഷ്ടാണ്. വഴിയിൽ ചിലർ അടുത്ത ഗ്രാമത്തിൽ നടക്കുന്ന യാഗത്തെക്കുറിച്ച് അവനോട് പറയുവാണ്. അങ്ങനെ ഉഷസ്തി വീട്ടിലെത്തി ഭക്ഷണപ്പൊതി ഭാര്യയ്ക്ക് കൊടുത്തു. ഭാര്യ എവിടെന്നോ കുറച്ച് ഭക്ഷണം സമ്മതിച്ചിട്ടുണ്ടായിരുന്നു, വയറു നിറച്ചിട്ടുണ്ടായിരുന്നു. എങ്കിലും അവൾ ആ ഭക്ഷണം സന്തോഷത്തോടു കൂടി സ്വീകരിച്ചു, സൂക്ഷിച്ചു വെച്ചു. അടുത്ത ദിവസം രാവിലെ ഉഷസ്തി ഭാര്യയോട് പറഞ്ഞു, ഇന്നലത്തെ ബാക്കി ഭക്ഷണങ്ങൾ തന്നോളൂ, ഞാൻ അടുത്ത ഗ്രാമത്തിൽ ചെന്ന് യാഗത്തിൽ ഭാഗഭാക്കായി ധനം സമ്പാദിച്ചു വരാം. അങ്ങനെ ഉഷസ്തി യാഗശാലയിലെത്തി. വേദം ചൊല്ലുന്ന ഉദ്ഘാതാക്കളുടെ സമീപം ചെന്നിരുന്നു. പ്രസ്തോത്തനോട് പറഞ്ഞു, ഹേ പ്രസ്തോത്ത, നീ ചൊല്ലുന്ന പ്രസ്താവ മന്ത്രം ഏത് ദേവതയെക്കുറിച്ചാണെന്ന് അറിയോ? അങ്ങനെ അറിയാതെ ചൊല്ലിയാൽ നിന്റെ തല പൊട്ടിത്തെറിക്കും. പ്രസ്തോത്തൻ പേടിച്ചു. അവനത് അറിയണ്ടായിരുന്നില്ല. അവൻ വേദോച്ചാരണം നിർത്തി. ഇതേപോലെ ഉദ്ഘാതാവിനോട് നീ ചൊല്ലുന്ന ഉദ്ഗീതങ്ങളുടെ ദേവതയെ അറിഞ്ഞില്ലെങ്കിൽ നിന്റെ തല പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞു. അവനും മൗനിയായി. പിന്നെ പ്രതിഹർത്താവിനോട് പ്രതിഹാര ദേവതയെ അറിയാതെ പ്രതിഹരണം ചെയ്താൽ നിന്റെ തല പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞു. അവനും നിശബ്ദനായി. യാഗം തടസ്സപ്പെട്ടു. ഇത് കണ്ട യാഗത്തിന്റെ യജമാനനായ രാജാവ് ബഹുമാന പുരസ്സരം ഉഷസ്തിയെ സമീപിച്ചു. നമസ്കാരപൂർവം ചോദിക്കുകയാണ്, അങ്ങ് ആരാണ്? ഞാൻ പേര് കേട്ട ചക്രായണ മഹർഷിയുടെ മകൻ എന്ന് മറുപടി പറഞ്ഞു. അങ്ങയുടെ ഗുണഗണങ്ങൾ ഞാൻ കേട്ടറിഞ്ഞിട്ടുണ്ട്, അങ്ങയെ അന്വേഷിക്കുകയും ചെയ്തു, പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് കിട്ടിയവരെ വെച്ച് യാഗം ചെയ്യുന്നത്. അങ്ങ് ഇത് ഏറ്റെടുത്ത് നടത്തിത്തരണം എന്ന് രാജാവ് വിനയാന്വിതനായിട്ട് അപേക്ഷിക്കുകയാണ്. ശരി, ഇവരെയൊക്കെ ക്ഷണിച്ചത് കൊണ്ട് ഇവരെ വെച്ച് തന്നെ യാഗം പൂർത്തിയാക്കാം, അവർക്ക് ദക്ഷിണയും കൊടുക്കണം, എന്നാൽ അത്രയും തുക എനിക്കും തരണം. അങ്ങനെ ഉഷസ്തി പറഞ്ഞു. തഥാ, അങ്ങനെ തന്നെ എന്ന് രാജാവ് സമ്മതിച്ചു. പിന്നീട് പ്രസ്തോത്തൻ ഉഷസ്തിയോട്, എന്റെ പ്രസ്താവ മന്ത്രങ്ങളുടെ ദേവതയാര് എന്ന് ചോദിക്കുകയാണ്. പ്രാണൻ എന്നുത്തരം കൊടുത്തു. സ്ഥാവരവും ജംഗമവും ഇളകാത്തതും ഇളകുന്നതുമായ സർവവും പ്രാണനിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. പ്രാണനിൽ നിലനിൽക്കുന്നു, അവസാനം പ്രാണനിൽ ലയിക്കുന്നു. ഇതറിയാതെ ഭക്തികൾ മന്ത്രഭാഗങ്ങൾ ചൊല്ലിയാൽ തല വീണു പോവുമായിരുന്നു. എന്നെ അനുസരിച്ചത് നന്നായി എന്ന് താല്പര്യം. പ്രാണനിലും പ്രസ്താവത്തിലും പ്രാ എന്ന ശബ്ദമുണ്ട്. അടുത്ത ഊഴം ഉദ്ഘാതാവിൻ്റെതായിരുന്നു. ഉദ്ഗീതത്തിലെ ദേവതയാരാ?
ആദിത്യൻ എന്നായിരുന്നു ഉത്തരം. എല്ലാ പ്രാണികളും ഉദ്ഗതമായ മേലെയിരിക്കുന്ന ആദിത്യനെ, സൂര്യനെ ഗാനം ചെയ്യുന്നു. രണ്ടിലും ഉത് ശബ്ദം സമാനമാണ് എന്ന് ശങ്കരാചാര്യര്. പ്രതിഹർത്താവിൻ്റെതാണ് അടുത്ത ചോദ്യം. പ്രതിഹാര ദേവത അന്നമാണ് എന്നായിരുന്നു ഉത്തരം. അന്നത്തെ പ്രതിഹരിച്ചുകൊണ്ടാണ്, ഭക്ഷിച്ചുകൊണ്ടാണ് സർവഭൂതങ്ങളും ജീവിക്കുന്നത്. രണ്ടിലും പ്രതിശബ്ദമുണ്ട്. ഇത്തരത്തിൽ പ്രാണനെയും ആദിത്യനെയും അന്നത്തെയും ഉപാസിച്ചാൽ അവയുടെ പ്രസാദമുണ്ടാവും. കർമ്മത്തിൽ സമൃദ്ധിയുണ്ടാകും എന്നത് തന്നെ ഉപാസനാഫലം. എല്ലാ ഋത്തിക്കുകളെയും, അതായത് യാഗത്തിലെ കർമ്മികളെയും ഇപ്രകാരം ചടങ്ങുകളുടെ അർത്ഥം ബോധ്യപ്പെടുത്തിയ ശേഷം അവരെ ഉപയോഗിച്ച് തന്നെ യാഗം പൂർത്തിയാക്കി യഥേഷ്ടം സമ്പാദിച്ച് ഉഷസ്തിയുടെ പത്നിയുടെ സമീപം എത്തിച്ചേർന്നു. അങ്ങനെ അവര് ചിരകാലം സസുഖം വാണു.